അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ വീടിലുള്ള ജിന്ന് ശല്യം അല്ലെങ്കിൽ പൈശാചിക ശല്യം ഇതിനെക്കുറിച്ചാണ്. ചില ആളുകളുടെ വീടുകളിൽ വാതിലിന് കൊട്ടുക, അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൂടെ ആരെങ്കിലും നടക്കുന്ന സൗണ്ട് കേൾക്കുക, പോയി നോക്കിയാൽ ആരെയും കാണുകയില്ല. വേറെ ചില വീടുകളിൽ പുറത്തുകൂടെ ചങ്ങല വലിക്കുന്ന സൗണ്ട് കേൾക്കുക, ലൈറ്റിട്ട് നോക്കിയാൽ ആരെയും കാണുകയുമില്ല. ഒരാൾ ചങ്ങലയായി പോകേണ്ട സാഹചര്യം നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാകുകയുമില്ല. അല്ലെങ്കിൽ ചില വീടുകളിൽ ചില ദുർഗന്ധം വരിക. ദുർഗന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമില്ലാത്ത വാസനകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുക, കൊറ്റനാടിൻ്റെ ഒരു വാസന പോലെയോ, അല്ലെങ്കിൽ വെറ്റില മുറുക്കുന്ന ആളുകളുടെ ആ വെറ്റില മുറുക്കലിൻ്റെ സ്മെല്ല് പോലെയൊക്കെ അനുഭവപ്പെടുക. അതുപോലെ ചില വീടുകളിൽ അനൈക്യമുണ്ടാകുക, വീട്ടുകാർ തമ്മിൽ ഒരിക്കലും യോജിക്കാതിരിക്കുക, ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ പരസ്പരം വൈരാഗ്യവും വിദ്വേഷവുമായിട്ടുള്ള ആ വീട്ടിൽ ഉള്ള ആളുകൾ അനൈക്യമായിട്ട് വസിക്കുന്ന സാഹചര്യം ഉണ്ടാകുക. അല്ലെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് വല്ലാതെ ക്ഷീണം അനുഭവപ്പെടുക, എല്ലാവർക്കും ക്ഷീണം, ഒരു മയക്കുവെടി വെച്ചതുപോലെ ആ വീട്ടിലേക്ക് കയറുമ്പോഴേക്കും ക്ഷീണം. പുറത്ത് വീടുകളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോകുമ്പോഴോ ഈ പ്രയാസങ്ങളൊന്നും അവർക്ക് ഉണ്ടാകുകയുമില്ല. പുറത്ത് പോകുമ്പോൾ നല്ല ഹാപ്പി ആയിരിക്കും. നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ പറയപ്പെട്ട ഇത്തരം ശല്യങ്ങളുള്ള വീട്ടിലേക്ക് വരുമ്പോൾ വല്ലാതെ മുഷിപ്പും പ്രയാസങ്ങളും മനപ്രയാസങ്ങളും, ഒരു സന്തോഷമില്ലായ്മ അല്ലെങ്കിൽ ഒരു ഐക്യമില്ലായ്മ, ഇത്തരം പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്ന ധാരാളം ആളുകളെ കാണാറുണ്ട്. പല ആളുകളും അത്തരം സങ്കടങ്ങൾ പറയാറുമുണ്ട്. ചില വീടുകളിൽ അതുപോലെ പെട്ടെന്നൊരു വെളിച്ചം കാണും. ആ വെളിച്ചം അങ്ങനെ തന്നെ പോകുകയും ചെയ്യും. എവിടുന്നാ വെളിച്ചം വന്നതെന്നറിയില്ല. ഈ അടുത്തൊരാൾ സമീപിച്ചപ്പോൾ പറഞ്ഞത്, ആദ്യം അദ്ദേഹത്തിൻ്റെ മകള് കണ്ടൊരു അനുഭവം പറഞ്ഞു. ഒരു തീക്കട്ട മുന്നിലേക്ക് വരുന്നതായിട്ട് കണ്ടു, പിന്നെ അങ്ങ് പോയി. പിന്നീട് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിനും ആ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. ഒരു തീക്കട്ട മുന്നിലേക്ക് പാഞ്ഞു വരുന്നത് കണ്ടു, മുന്നിലെത്തുമ്പോഴേക്കും അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. സ്വപ്നത്തിലല്ല, യഥാർത്ഥത്തിൽ തന്നെ നേരിട്ട് കണ്ട കാഴ്ചയാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ ധാരാളം അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അനുഭവങ്ങൾ പറയുന്ന ആളുകൾ ഉണ്ട്. ചില വീട്ടുകളിലാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് നിത്യരോഗം. അവർ അധ്വാനിക്കുന്ന കാശ് മുഴുവനും ആശുപത്രിയിൽ കൊടുക്കാനേ സമയമുള്ളൂ. ഒരാൾ ആശുപത്രിയിൽ ചികിത്സിച്ച് വരുമ്പോഴേക്കും അടുത്ത ദിവസം മറ്റൊരാൾക്ക് രോഗമായിരിക്കും. അത് കഴിയുമ്പോഴേക്കും മറ്റൊരാൾ രോഗിയായിരിക്കും. ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരായി രോഗമായിട്ട് ചികിത്സിച്ച് മുടിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുക. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട ഒരു കാരണം, പല കാരണങ്ങളും ഉണ്ടാവാം. അതിൽപ്പെട്ട ഒരു കാരണം, നമ്മുടെ ആ വീട്ടിൽ അല്ലെങ്കിൽ പറമ്പിൽ പിശാചിൻ്റെ അല്ലെങ്കിൽ ജിന്നിൻ്റെ ശല്യം ഉണ്ടാകുന്ന പറമ്പാണെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരം ശല്യങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരം വീടുകളിലൊക്കെ ഈ പിശാചിനെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ പറമ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ വീട്ടിൽ തന്നെ സന്തോഷകരമായിട്ട് ഈ പ്രയാസങ്ങൾ നീങ്ങുന്നതായിട്ടും പിന്നീട് സന്തോഷകരമായിട്ട് അവർ ജീവിതം നയിക്കുന്നതായിട്ടും ധാരാളം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ശല്യമുള്ള ആളുകളോട്, പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകളോട് പറയാനുള്ളത്, ഒരിക്കലും ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പേടിക്കാതിരിക്കുക, ഭയപ്പെടാതിരിക്കുക. അത്തരം വിഷമങ്ങളുള്ള ആളുകളോട് അവർക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ഒന്നാമതായി നമ്മുടെ വീട്ടിൽ അൽ ബഖറ സൂറത്ത് നിത്യമായി ഓതാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടുകാരോതുകയോ അല്ലെങ്കിൽ ആ വീട്ടിൽ നിന്ന് മറ്റൊരാളെ കൊണ്ട് ഓതിപ്പിക്കുകയോ ചെയ്യുക. ആ വീട്ടിൽ വെച്ച്, ആ പറമ്പിൽ വെച്ച് അൽ ബഖറ സൂറത്ത് പാരായണം നടക്കുക 41 ദിവസം. അങ്ങനെ പാരായണം ചെയ്താൽ പൈശാചിക ഷെറുകളാണെങ്കിൽ അല്ലെങ്കിൽ ജിന്നിൻ്റെ ബുദ്ധിമുട്ടുകളാണെങ്കിൽ അതെല്ലാം ആ വീട്ടിൽ നിന്നും പറമ്പിൽ നിന്നും ശല്യം നീങ്ങുന്നതായിട്ട് കാണാൻ കഴിയും. അല്ലെങ്കിൽ അതുപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് ബദർ മൗലിദ്. എല്ലാ ആഴ്ചയിലും ആ വീട്ടിൽ വെച്ച് ബദർ മൗലിദ് പാരായണം ചെയ്താൽ ആ വീട്ടിലുള്ള ശല്യങ്ങളൊക്കെ നീങ്ങി സന്തോഷം വരുന്ന സാഹചര്യം ഉണ്ടാകും. കൂടുതൽ ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം സന്ദർഭങ്ങളിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ആ വീട് പരിശോധിച്ച് ആ വീട് പൊളിക്കണം, കക്കൂസ് പൊളിക്കണം, അല്ലെങ്കിൽ കിച്ചൺ പൊളിക്കണം, വർക്കേരിയ പൊളിക്കണം, ഇങ്ങനെ പൊളിക്കൽ സിദ്ധാന്തവുമായി നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതില്ല എന്നല്ല പറയുന്നത്. നമ്മൾ ആദ്യമേ ഒരു വീട് അതിൻ്റെ ശല്യങ്ങൾ കാരണം പൊളിച്ചു നീക്കാനല്ല ആദ്യം ശ്രമിക്കേണ്ടത്. കാരണം ഒരു വീടൊക്കെ പൊളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസ് ആയിരിക്കും. അത് പൊളിച്ച് മാറ്റി പണിതുണ്ടാക്കണമെങ്കിൽ ഒരു വീട് തന്നെ നിർമ്മിക്കുന്ന പണം ചെലവുണ്ടാകും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വീട് പൊളിക്കാനല്ല നമ്മൾ മെനക്കെടേണ്ടത്. ആദ്യം ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പരിഹരിക്കുക. അതുകൊണ്ടൊന്നും പരിഹാരമല്ലെങ്കിൽ
ചില സ്ഥലങ്ങളിൽ നിർബന്ധമായി പൊളിക്കേണ്ട സാഹചര്യമുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. അത് അവസാനത്തെ കൈ എന്നുള്ള രൂപത്തിലേ അതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ നമ്മുടെ വീടുകളിൽ നിന്ന് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുകയും അതുപോലെ ബദർ മൗലിദ് പോലത്തെ കാര്യങ്ങളൊക്കെ ഓതുകയും ചെയ്താൽ ഇത്തരം ശല്യങ്ങളൊക്കെ ഒരു വിധം നീങ്ങിക്കിട്ടുമെന്നുള്ളത് തീർച്ചയാണ്. അല്ലെങ്കിൽ പിന്നെ അതിനു വേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളായി ആത്മീയമായ പരിഹാര മാർഗങ്ങൾ സാധാരണ ഇത്തരം ആളുകൾക്ക് ചെയ്തു കൊടുക്കാറുള്ളത് തറരക്ഷയും വീട് രക്ഷയും ഭൂമി രക്ഷയൊക്കെ ചെയ്തു കൊടുക്കലാണ്. ഇസ്ലാമികപരമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ചില ഇസ്മുകൾ, ചില ആയത്തുകൾ, ചില ഖുർആനിൻ്റെ വചനങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില ക്രിയകൾ ചെയ്തുകൊണ്ട് ആ വീടിനെ പിശാചിന് ശല്യം ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ബന്ധാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും അല്ലെങ്കിൽ വീട് പൊളിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പരിഹാരം നമ്മൾ തേടുകയും ഒരു നിർവാഹവുമില്ലാത്ത അവസാന ഘട്ടത്തിലെ അത്തരം പൊളിക്കൽ ചടങ്ങിലേക്കൊക്കെ നമ്മൾ പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത്തരം ശല്യങ്ങളുള്ള വീടുകളുണ്ട്. ഈ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലാത്ത, ഇത് പരിചയമില്ലാത്ത ആളുകൾ ഒരു പക്ഷേ ചങ്ങല വലിക്കുന്ന സൗണ്ട് കേൾക്കുക, ആരൊക്കെ വീടിന് മുട്ടുന്ന സൗണ്ട് കേൾക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു പക്ഷെ പരിഹസിക്കും. അങ്ങനെയൊന്നും ഉണ്ടാകുകയില്ല, അതൊക്കെ ഇല്ലാത്ത സന്ദേശം, ഇല്ലാത്ത കാര്യം പറയുന്നതായിരിക്കുമെന്നാണ് അവർ പറയുക. പക്ഷേ ഇതൊക്കെ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഹാരം പരിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ ചില ഇസ്മുകളിലും ചില ദിക്റുകളിലുമുണ്ട്. വീട്ടിൽ നിന്ന് ഹദ്ദാദ് എല്ലാ ദിവസവും രാത്രിയിൽ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ ദിവസവും യാസീൻ, സൂറത്ത് യാസീൻ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുക. ഇത്തരം കാര്യങ്ങളെ കൊണ്ടൊക്കെ തന്നെ ഒരു വിധം ഇത്തരം ശല്യങ്ങളെ നീക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അള്ളാഹു തുണക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് അത്തരം എല്ലാ ശല്യങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ വീടിനെയും പറമ്പിനെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഷർറിൽ നിന്നും മോചനം ലഭിച്ചവരായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.